ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ സൺമി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പെരുന്നാളിൻ്റെ 2-3 ദിവസത്തെ പെരുന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ പെരുന്നാൾ ഞങ്ങൾക്കിവിടെ സൺഡേ ആയിരുന്നു. അങ്ങനെ ഒന്നാമത്തെ പെരുന്നാളിൻ്റെ സമയത്ത് ഞങ്ങൾ ബിരിയാണിയും പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അന്ന് ഈവനിങ്ങിലൊക്കെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ നാട്ടിലത്തെ ഒന്നാം പെരുന്നാൾക്ക് ഇവിടെ രണ്ടാം പെരുന്നാൾ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദുബായിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന് ലഞ്ചൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ ഒരു വില്ല ഉണ്ട്, അവിടേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയ ടൈമിലൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്. ചൂട് ഇങ്ങനെ കൂടി വരുന്ന ടൈമാണ് കേട്ടോ. അപ്പോൾ മോർണിംഗിലൊന്നും പുറത്തിറങ്ങാനും വയ്യ. ആ സമയത്തൊക്കെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വില്ലയിലെത്തി ഞങ്ങൾ മക്കളൊക്കെ അപ്പം തന്നെ കുളിക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ അത് കണ്ടപ്പോൾ തന്നെ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു, നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് ടൈം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റായ സമയത്തൊക്കെയാണ് കേട്ടോ അവർ വെള്ളത്തിൽ നിന്ന് കയറിയത്. ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു. വെള്ളമൊക്കെ ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് സമയത്ത് ഞങ്ങൾ ശബാങ്ക് കൊടുത്ത സമയത്താണ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്.
ആ സമയത്ത് ഞങ്ങൾ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങൾ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച ശേഷം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ദുബായിലുള്ള മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫ്രീ എൻട്രി ഉള്ള ഭാഗത്തിലേക്കാണ് പോകുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബിൽഡിംഗ് എന്നറിയപ്പെടുന്നതാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ. ഞങ്ങളിതിൻ്റെ താഴെ ഭാഗത്ത് കൂടെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. അപ്പം നല്ല ഭംഗിയുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ കാണാൻ കഴിഞ്ഞത്. ഇവിടെ പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് 1 മണിക്കൂർ 50 ദിർഹംസ് കൊടുത്താൽ നമുക്ക് 1 അവർ അവിടെ പാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിലേക്ക് പാർക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാഴ്ച തന്നെയാണ്. കണ്ണിൻ്റെ ഷേപ്പാണ് അറിയപ്പെടുന്നത് കേട്ടോ അതിനെ. ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ടും റിലേറ്റീവും ഒക്കെ ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ഇവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഫ്രീ ആണ്. അവിടെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് ഫ്യൂച്ചർ കാണണമെങ്കിൽ നമുക്ക് ഇതിൽ 180 ദിർഹംസത്തോളം കൊടുക്കണം ഒരാൾക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സമയം 1 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാ ഒരുപാട് കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. 3-ാം പെരുന്നാൾക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്തും പുറഭാഗത്തൊക്കെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെ ആയിരുന്നു കേട്ടോ. കാരണം നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നല്ല നാടൻ ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ഞങ്ങൾ അബുദാബിയിലേക്ക് തിരിച്ചത് കേട്ടോ. ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ 2-3 ദിവസത്തെ പെരുന്നാൾ വിശേഷങ്ങൾ. പിന്നെ ഇവിടെ സ്കൂളുകളും ഓഫീസുകളൊക്കെ തുറന്നിട്ടുണ്ട്. അവരുടെ ലീവൊക്കെ കഴിഞ്ഞ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വ്ളോഗും റെസിപ്പിയൊക്കെ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.